ലക്ഷ്മിയുടെ PR ശോഭയായിരുന്നു. ലക്ഷ്മിക്ക് PR ഉണ്ടായിരുന്നില്ല. ഞാൻ എന്നെ ലൈഫിൽ കൈക്കൂലി വാങ്ങിക്കുകയോ കൊടുക്കുകയോ ചെയ്യുന്ന ഒരാളല്ല, PR ചെയ്യുന്ന ഒരാളല്ല. PR വാക്കുകൾ വന്നിട്ട് എന്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി എനിക്ക് അത്രയും നെഗറ്റിവിറ്റി വന്നിട്ട് ടൈം ഉണ്ടായിരുന്നു. അവർക്ക് എന്നെ അവിടുന്ന് വന്ന് പുറത്ത് എഡിറ്റാക്കി പുറത്തോട്ട് കൊണ്ടുവരാൻ വരെ അവർ ചിന്തിച്ചിട്ടുള്ളൊരു സമയം ഉണ്ടായിരുന്നു. അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്റെ പോസിറ്റിവിറ്റി കാണിക്കുക എന്നുള്ളതാണ്. അത് അവർ ചെയ്തിട്ടുണ്ട്. ഇത്രയും കുറെ ആൾക്കാരുടെ PR ഒക്കെ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ ചലഞ്ച് ചെയ്യാം, ആർക്കെങ്കിലും എന്റെ PR-ന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് പുറത്ത് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ഞാൻ ഇത് പബ്ലിക്കായിട്ട് ചലഞ്ച് ചെയ്യാം. അത് ചെയ്ത് കഴിഞ്ഞിട്ട് പുറത്തോട്ട് വരാം. പിന്നെ ശോഭയുടെ എനിക്ക് പെട്ടെന്ന് അങ്ങനെ പ്രൊവോക്കേഷൻ അങ്ങനെ ഏഷ്യനാണല്ലോ. ശോഭ പിന്നെ പറഞ്ഞ് അങ്ങ് എക്സ്ട്രീം ആയപ്പോഴത്തേക്ക് ലക്ഷങ്ങൾ എന്നൊക്കെ പറഞ്ഞു. ഞാൻ എവിടെ എനിക്ക് ഫുഡിന് ഏറ്റവും കൂടുതൽ പൈസ ചെലവാണ്, അല്ലാതെ വലിയൊരു ചെലവ് എനിക്കില്ല. അപ്പോ ലക്ഷങ്ങളൊക്കെ എടുത്ത് മുടക്കി എന്നൊക്കെ പറഞ്ഞാല് ഒരിക്കലും അത് അടിസ്ഥാനരഹിതം എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയാൻ എനിക്ക് പറ്റും. പക്ഷെ ഞാൻ സർക്കാസ്റ്റിക്കലി അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെയും ശോഭ പിന്നെയും സർക്കാസ്റ്റിക്കലി റിപ്ലൈ തരാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്കും ആണ് അതിന് ഉത്തരം പറയേണ്ടി വന്നത്. പക്ഷെ ഒരു കാര്യം പറഞ്ഞോട്ടെ, എനിക്ക് സീസൺ 7 ആൾക്കാർക്ക് തന്നെ എനിക്ക് റിപ്ലൈ കൊടുക്കണമെന്നില്ല. സീസൺ 5 എന്ന് പറഞ്ഞാൽ 3 വർഷം മുന്നത്തെ കാര്യമല്ലേ. ശോഭയ്ക്ക് വേറെ പണിയൊന്നുമില്ല. ശോഭയ്ക്ക് അവിടെ യുദ്ധങ്ങൾ എപ്പോഴും നടക്കുന്നുണ്ടെന്നാണ് എന്റെ അറിവ്. സീസൺ 5-ലെ കണ്ടസ്റ്റൻസുമായിട്ട് അത് ജയിച്ചിട്ട് ശോഭവാം, അത് കഴിഞ്ഞിട്ട് 7-ലോട്ട് കയറാം. അവിടെ തന്നെ തോറ്റിരിക്കുവാണ് ഇവരെ കണ്ടിട്ട് വെച്ചിട്ട്. അതൊക്കെ തീർത്തിട്ട് വന്നാൽ മതിയാവും. ശോഭയ്ക്ക് എനർജി വെറുതെ കളയാൻ നിൽക്കും ശോഭ, അതെനിക്ക് പറയാനുള്ളൂ. നിർത്തിയിട്ട് പോകും.